അതെ, നമസ്കാരം. കുറേ നാളായിട്ട് മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു വീഡിയോ ആരംഭിക്കുക, അതായത് യൂട്യൂബ് ചാനൽ ആരംഭിക്കുക. അപ്പം അതിനെപ്പറ്റി എന്ത് കണ്ടൻറ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു ചിന്തകൾ. അപ്പം ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നുള്ള ഒരാളാണ്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തുടങ്ങിക്കൂടാന്നുള്ള ഒരു ഐഡിയയാണ് മനസ്സിൽ തോന്നിയത്. പുനലൂരിൽ നിന്ന് തന്നെ പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരിക, ഞങ്ങൾ കൊല്ലം ജില്ലയിലെ പുനലൂർ എന്ന് പറയുമ്പോഴത്തേക്ക് തൂക്കുപാലത്തിൻ്റെ നാടാണ്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 1877 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാഴ്ചയിലോട്ട് നമുക്കുടനെ തന്നെ പോകാം. അതിന് മുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം, ഇബ്രാഹിം. ഓക്കെ, നമുക്കെന്തായാലും തൂക്കുപാലത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുനലൂർ തൂക്കുപാലം ചരിത്രത്തിൻ്റെ രണ്ട് കരകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കുന്ന ചരിത്ര നിർമ്മിതി. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ പാലത്തിൽ കയറുവാൻ ആളുകൾ പേടിച്ചിരുന്നത്രേ. എഞ്ചിനീയറിംഗ് വിസ്മയമായി ഇന്നും ഉയർത്തിക്കാണിക്കുന്ന 6 ആനകളെ ഒരുമിച്ച് പാലത്തിൻ്റെ മുകളിലൂടെ നടത്തി ശക്തി തെളിയിച്ച പുനലൂർ പാലം കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇടങ്ങളിലൊന്നാണ് പുനലൂർ തൂക്കുപാലം. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൂക്കുപാലം എന്നറിയപ്പെടുന്ന ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് നിർമ്മിക്കുന്നത്. കല്ലടയാറിൻ്റെ ഇരു കരകളിലുമായി കിടക്കുന്ന പുനലൂരിനെ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് തൂക്കുപാലം എന്ന ആശയം മുന്നോട്ട് വരുന്നത്. ആയില്യം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ രാജാവും നാണുപിള്ള ദിവാനുമായിരുന്ന സമയത്താണ് പാലം നിർമ്മിക്കുവാൻ അനുമതി നൽകുന്നത്. 1871 ഇത്. ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറിയുടെ നേതൃത്വത്തിലാണ് പാലം നിർമ്മിച്ചത്. 1872 മുതൽ 1877 വരെ 2212 ദിവസം നീണ്ടു നിൽക്കുന്ന പണിയുടെ ഒടുവിലാണ് പാലം പൂർത്തിയായത്. ഹെൻറിയുടെ നേതൃത്വത്തിൽ ദിവസം 200-ലധികം തൊഴിലാളികൾ പണിയെടുത്തിരുന്നു എന്നാണ് രേഖകൾ പറയുന്നത്. 400 അടി നീളവും ആർച്ചുകൾക്കിടയിൽ 200 അടി ആർച്ചുകൾക്ക് ഇരുവശവും 100 അടി വീതിയുമാണ് ഉള്ളത്. അക്കാലത്ത് 3 ലക്ഷം രൂപയായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചെലവ്. 1877 പണി പൂർത്തിയാക്കിയെങ്കിലും പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് പാലം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത്. നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് പാലത്തിൻ്റെ ഉറപ്പിലും ശക്തിയിലും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് വിശ്വാസത്തോടെ പാലത്തിൻ്റെ മുകളിലൂടെ നടന്നിരുന്നത്. ആളുകളെ താൻ നിർമ്മിച്ച പാലത്തിൻ്റെ ശക്തി തെളിയിക്കാൻ വേണ്ടി ഹെൻറി ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം കുടുംബവും ഒന്നിച്ച് പാലത്തിനടിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തുകയും അതേ സമയത്ത് പാലത്തിൻ്റെ മുകളിലൂടെ 6 ആനകളെ ഒരുമിച്ച് നടത്തുകയും ചെയ്തു. അങ്ങനെ മാത്രമാണ് ആളുകൾ ആ പാലത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചതും പിന്നീട് ഉപയോഗിക്കാൻ തുടങ്ങിയതും അത്രേ. എന്നാൽ കൗതുകമെന്ന് പറയട്ടെ, ഇന്ന് പുരാവസ്തു ഏറ്റെടുത്ത് 1990 പുരാവസ്തു ഏറ്റെടുത്തതിന് ശേഷം വളരെ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമൊക്കെ നിരവധി ആളുകൾ ഇത് സന്ദർശിക്കാൻ നിത്യേന എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. പലരുടെയും കൗതുകകരമായിട്ടുള്ള നയനമനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി ആയതുകൊണ്ട് തന്നെ പല ഫോട്ടോഷൂട്ടുകൾ, വീഡിയോകൾ, റീൽസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാമായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്തായാലും പുനലൂരുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ ഇത് നിലനിൽക്കുന്നു. നമുക്ക് എന്നും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു ബ്രിട്ടീഷ് നിർമ്മിതി ഇത് തന്നെ. ഈ പാലത്തിൻ്റെ 4 കരകളിലുമായിട്ടുള്ള 4 കിണറുകളിലാണ് ഇതിൻ്റെ ചെങ്ങലകളെ കൊണ്ട് ബന്ധിപ്പിച്ചു കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്.